ഓക്കെ, പ്രധാന വേദിയിലേക്ക് മാറ്റി ഒരു പ്രത്യേക അറിയിപ്പ്. ആ ജെട്ടിയിൽ നിന്ന് ആളുകൾ VIP നമ്മുടെ MP ഒന്ന് ഇറങ്ങത്തക്ക രീതിയിലുള്ള ക്രമീകരണം ചെയ്തു കൊടുക്കുമെന്ന് ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ബഹുമാനപ്പെട്ട MP ആ ജെട്ടി ഇറങ്ങുന്നതിനുള്ള ഒരു ക്രമീകരണം ചെയ്തു കൊടുക്കാൻ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധയ്ക്ക് ദയവീത് ഈ കാര്യത്തിൽ ഒന്ന് ഞങ്ങൾ വേണ്ട ക്രമീകരണം ചെയ്തു പ്രത്യേകം ആരംഭിച്ചിരിക്കുന്നു. കമന്ററി പറയും. 67 വർഷത്തെ ചരിത്ര പാരമ്പര്യം. ഒരുപക്ഷെ പ്രളയത്തിന് ശേഷം മാത്രമാണ് ഈ പമ്പ നീരത്തിപ്പുറം ജലോത്സവത്തിന് ഇതേ രീതിയിലൊരു മാറ്റമുണ്ടായത്. മലയാള മാസം ചിങ്ങമാസത്തിലെ തിരുവോണം എന്ന് രേഖപ്പെടുത്തിയാൽ കലണ്ടറിൽ അത് നീരേറ്റുപുറം പമ്പ ജലോത്സവമായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന ജലോത്സവം അടുത്ത വർഷവും ഈ നീരേറ്റുപുറത്തെ ജലോത്സവം തിരുവോണ നാളിൽ നടക്കണം. കാരണം ഈ നാട്ടിലെ ജനങ്ങൾ ഒരു ദിവസം തന്നെ 2 തിരുവോണം കൊണ്ടുവന്ന സമൃദ്ധമായ ഓണക്കാലമായിരുന്നു അവരുടെ ഓർമ്മയിലുണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് വീട്ടിൽ ഈ നിലവിളക്ക് ഒത്തിച്ചു വെച്ച് ദിവസങ്ങളിൽ സത്യവിളവിയുണ്ടവർ ഇവിടെ 5 മണിക്ക് ആകുമ്പോൾ 3 മണി തൊട്ട് ഈ പമ്പയുടെ വിരിമാറിൽ നടക്കുന്ന സത്യം ഉണവാൻ, ആവേശത്തിന്റെ സത്യം ഉണവാൻ ഒത്തുചേരുന്ന ചരിത്രമാണ് പമ്പ ജലോത്സവത്തിനുണ്ടായിരുന്നത്. എങ്കിൽ ഇക്കുറി 2ാം പാദ മത്സരം ആരംഭിക്കുമ്പോൾ ആരാണ് ഒരു ഉമ്മൻ തലവെടുത്തിൽ ക്യാപ്റ്റനായിട്ടുള്ള തലവടിയുടെ ചുണ്ടനാണ്. തലവടിക്കാർക്ക് ഈ ഗ്രാമപ്രദേശവുമായി ഈ പമ്പ വാട്ടർ സ്റ്റേഡിയവുമായി ഇതിന്റെ സമീപ പ്രദേശമായി ഇവിടെ ആരവം മുഴക്കാൻ ഭയങ്കരമായ ആവേശത്തിലാണ് തലവടി ജനങ്ങൾ ഒത്തുകൂടിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ഇവിടെ പമ്പ വാട്ടർ സ്റ്റേഡിയത്തിൽ നടന്ന പ്രഥമ ജനകീയ ജലോത്സവത്തിലെ 1ാം സ്ഥാനക്കാരായ തലവടി 1ാം ട്രാക്കിലൂടെ കടന്നു വരുന്നെങ്കിൽ 2ാം ട്രാക്കിലൂടെ ആനാരിയാണ്. ഗോപിനാഥൻ ഉണ്ണിത്താൻ ക്യാപ്റ്റനായിട്ടുള്ള മയൂരം ആനാരി ബോട്ട് ക്ലബിന്റെ 2 വള്ളങ്ങളും ഒരുമിച്ച് ഇതാ മുൻപോട്ട് കൊണ്ടുവന്ന് കടന്നു വരികയാണ്. തലവടിയുണ്ട്, അതുപോലെ ആനാരിയുണ്ട്. 1ാം ട്രാക്കിലെ തലവടി ഏതാണ്ട് UBCയുടെ കൈക്കരത്തിൽ UBCയുടെ ബാലസിംഹങ്ങൾ കഴിഞ്ഞ വർഷത്തെ വിജയം കരസ്ഥമാക്കിയെങ്കിൽ ഇക്കുറിയും കുതിച്ചു പാഞ്ഞു വരികയാണ്. UBCയുടെ കരുത്ത കരങ്ങളിൽ അവരുടെ കൈപ്പരയിൽ ഏതാണ്ട് മിനിറ്റിൽ 90 പ്രാവശ്യത്തിലധികം പ്രാവശ്യം തുളയിട്ടുകൊണ്ട് 10.6 അടി ദൂരത്തിൽ ഒരു പ്രാവശ്യം വീഴുമ്പോൾ വള്ളത്തെ കുതിച്ചു പായിക്കുവാൻ, അതായത് 1 സെക്കൻഡിൽ 16 അടി ദൂരം വള്ളത്തെ കുതിച്ചു പായിപ്പിക്കുന്ന UBCയുടെ രാഹുൽ പ്രകാശ്, ഇത് കണ്ണൻ 1ാം മരത്തെ രാഹുൽ പ്രകാശ് ലീഡ് ചെയ്ത UBCയുടെ തലവടി ഇതാ മുൻപോട്ട് കുതിച്ചു പാഞ്ഞു വരുമ്പോൾ 2ാമത് അങ്ങുനിന്ന് ആനാരി വരുന്നുണ്ട്. ആനാരിക്കാരുടെ പ്രിയങ്കരനായ ആനാരി വള്ളം ഗോപിനാഥൻ ഉണ്ണിത്താൻ ക്യാപ്റ്റനായിട്ടുള്ള ആനാരിയും ഇങ്ങനെ കടന്നു വരികയാണ്. പമ്പയുടെ വിരിമാറിലെ കുഞ്ഞോളങ്ങൾക്ക് ഒരു ചരിത്ര കഥകൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള പല പ്രാവശ്യങ്ങളിലായി വിജയത്തിന്റെ പേര് മുഴക്കാൻ ഇവിടെ എത്തിയ ആനാരിക്കാരുടെ ആനാരി ഇതാ ഗോപിനാഥൻ ഉണ്ണിത്താൻ ക്യാപ്റ്റനുള്ള മയൂരം ബോട്ട് ക്ലബിന്റെ ആനാരി കടന്നു വരുമ്പോൾ തലവടി ക്യാപ്റ്റനായിട്ടുള്ള തലവടി ബോട്ട് ക്ലബിന്റെ തലവടി ചുണ്ടൻ വള്ളപ്പാടുകൾക്ക് വ്യത്യാസത്തിൽ കടന്നുപോയി. അങ്ങനെ 2ാം പാദ മത്സരങ്ങളും ഇവിടെ അവസാനിക്കുകയാണ്. ഇനി 3ാം പാദ മത്സരത്തിന്റെ ദൃക്സാക്ഷരണത്തിന് വേണ്ടി ശ്രീ കിഷോർലാൽ ചിറേരിക്ക് ഞാൻ മൈക്ക് കൈമാറുകയാണ്. ശ്രീ ഷാജി ചെയർമാൻ സാർ 67 വർഷത്തെ സുവർണ പാരമ്പര്യം കൂടുതൽ ഭംഗിയോടെ ഈ പുണ്യനദിയായ പമ്പയെ കോരിത്തരിപ്പിച്ച് ആവേശഭരിതരായ മധ്യ തിരുവിതാംകൂറുകാരെയും കുട്ടനാട്ടുകാരെയും സാക്ഷിയാക്കി 2024 പൂർവാധികം ഭംഗിയോടുകൂടി തുടക്കത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തരണം ചെയ്ത് ജനകീയമായ ഈ ജനകീയ രാജ്യത്ത്, ലോകത്തെ ഏറ്റവും വലിയ ജനകീയ റിപ്പബ്ലിക്കായ ഇന്ത്യയിൽ ജനകീയ സഹകരണത്തോടെ നടക്കുന്ന ജനകീയ മേളയുടെ അസംഗമായ ഒരു സന്തോഷത്തിന്റെ ആ ഉന്നതങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുണ്യനദിയായ പമ്പ
സംഖ്യയിൽ ഉദിച്ച് നമ്മുടെ കുട്ടനാടിനെയും അപ്പർ കുട്ടനാടിനെയും മധ്യ തിരുവിതാംകൂറിനെയും സമൃദ്ധമാക്കി ഒരു കാർഷിക സാംസ്കാരിക പാരമ്പര്യം പകരം നൽകിക്കൊണ്ട് കുട്ടനാടിന്റെയും മതസൗഹാർദ്ദത്തിന്റെ മതമൈത്രിയുടെ എല്ലാ വിശ്വസന്ദേശം വിളിച്ചോതിക്കൊണ്ട് തകഴി ശിവശങ്കരപിള്ളയെ പോലുള്ള പ്രതിഭാതന്റെ സമ്മാനിച്ച നമ്മുടെ തകഴിയും ചുറ്റുപ്രദേശങ്ങളുമൊക്കെ ഇവിടെ